നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോ കൗരവ സൈന്യത്തിലെ സർവ്വസൈന്യാധിപനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അപ്പൊ ഭീഷ്മ പിതാമഹൻ കർണനെ പറ്റി, കർണൻ അർദ്ധരഥനാണെന്ന് പറഞ്ഞത് കർണൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കോപം കൊണ്ട് കർണൻ ജ്വലിച്ചു. ചീറ്റപ്പുലിയെ പോലെ ചീറിക്കൊണ്ട് കർണൻ പറഞ്ഞു, അല്ലയോ ദുര്യോധന, ഈ ഭീഷ്മ പിതാമഹൻ എന്നെ അടിക്കടി കുത്തി കുത്തി പറഞ്ഞ് നോവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വീരനാണ്, ശൂരനാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ദുര്യോധനന് വേണ്ടിയിട്ടാണ് ഈ ഭീഷ്മർ പറയുന്നതൊക്കെ ക്ഷമിക്കുന്നത്. ഞാൻ വെറും പൊട്ടനും മണ്ടനും മന്ദനും ഒന്നും അല്ല. എനിക്ക് നന്നായി യുദ്ധം ചെയ്യാൻ അറിയാം. ഞാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ പാണ്ഡവാദികൾ കാളകളെ പോലെ ചിന്നിച്ചിതറി മാറിപ്പോകും. ദുര്യോധന, ഈ ഭീഷ്മരെ വിശ്വസിക്കരുത്. ഈ സൈന്യത്തിനിടയിൽ തന്നെ അന്തഛിദ്രം ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കിഴവനും കാലന് സമയമായിരിക്കുന്ന ഇയാളുടെ വാക്കുകൾ കേട്ട് നീ ഒന്നും തീരുമാനം എടുക്കരുത്. ഈ കിഴവൻ പറയുന്നതൊന്നും നിങ്ങൾ ആരും കണക്കിലെടുക്കരുത്. ഞാന് ഒറ്റയ്ക്ക് പാണ്ഡവരെ നശിപ്പിച്ചുകൊള്ളാം. പക്ഷേ അതിന്റെ മഹത്വം മുഴുവൻ കിട്ടുന്നത് ഈ ഭീഷ്മർക്കായിരിക്കും. അതുകൊണ്ട് ഭീഷ്മർ സർവ്വസൈന്യാധിപനായിരിക്കുന്നിടത്തോളം കാലം ഞാൻ യുദ്ധം ചെയ്യുകയില്ല. എന്റെ പടയാളികളെല്ലാം യുദ്ധം ചെയ്യും. ഭീഷ്മർ വീണു കഴിഞ്ഞാൽ മാത്രം ഞാൻ യുദ്ധത്തിന് തയ്യാറാവുകയുള്ളൂ. ദുര്യോധനൻ എന്നെ വിശ്വസിക്കുക പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യുദ്ധത്തിന്റെ എല്ലാ ഭാരവും ഞാൻ വഹിക്കുന്നു. യുദ്ധം തുടങ്ങാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഛിദ്രം നമുക്ക് ചേർന്നതല്ല. അതുകൊണ്ട് എടാ നീചനായ സൂതപുത്ര, നിന്റെ ജീവൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ കണ്ടോളാം. കർണൻ കോപാകുലനായി സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭീഷ്മരും കർണനും തമ്മിലുള്ള സംവാദം ദുര്യോധനെ തളർത്തി. അവന് രണ്ടുപേരും ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ്. രണ്ടുപേരുടെയും കഴിവുകൾ യുദ്ധവിജയത്തിന് ആവശ്യവുമാണ്. എന്നാൽ ഭീഷ്മർ സർവ്വസൈന്യാധിപനായിരിക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അദ്ദേഹവും കർണനും കൂടി ഒരുമിച്ച് യുദ്ധം ചെയ്യുക ഇല്ല എന്ന് തീർച്ചയായി. ഏതായാലും ഭീഷ്മരെ സർവ്വസൈന്യാധിപനായി അംഗീകരിച്ച് അഭിഷേകവും ചെയ്തു. മറ്റ് സേനാനായകന്മാരും രാജാക്കന്മാരും ഭീഷ്മരെ വണങ്ങി. ഭീഷ്മർ പുതിയ ഉണർവും ആവേശവും ഉണ്ടായി. അദ്ദേഹം ശംഖുനാദം മുഴക്കുകയും ഉച്ചത്തിൽ അട്ടഹസിക്കുകയും ചെയ്തു. തദവസരത്തിൽ ആകാശത്ത് അവ്യക്തമായി അശരീരി കേൾക്കുകയും പല വിധത്തിലുള്ള ദുർലക്ഷണങ്ങൾ കാണുകയും ചെയ്തു. പാണ്ഡവരും കൗരവരും അവരവരുടെ സൈന്യത്തിന്റെ അവസാന മിനുക്കുപണികളൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ദുര്യോധനൻ ഒരു ഉപായം തോന്നി. എങ്ങനെയെങ്കിലും പാണ്ഡവരുടെ മനോവീര്യം തകർക്കണം. അതിനുവേണ്ടി അദ്ദേഹം ശകുനിയുടെ മകനായ ഉലൂകനെ വിളിച്ചു. ഉലൂകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പാണ്ഡവ ശിബിരത്തിൽ പോണം. പോയിട്ട് ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് തന്നെ പോണം. അവിടെ ചെന്നിട്ട് അവരെ ഓരോരുത്തരുടെയും മനോവീര്യം തകർക്കത്തക്കവണ്ണം നീ സംസാരിക്കണം. നമ്മുടെ മാഹാത്മ്യങ്ങളെ കുറിച്ച് കൂടുതൽ അവരോട് പറയണം. അപ്പൊ ഇത് കേട്ട് എന്നിട്ട് പറഞ്ഞു, നീ ദൗത്യമായിട്ട് പോകുന്നവനല്ലേ, അങ്ങനെ ദൂതനെ ആരും ഒന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് പാണ്ഡവർ ഒട്ടും ചെയ്യില്ല. അതുകൊണ്ട് നിനക്ക് ഭയപ്പെടേണ്ട, നീ പോയിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ ഉലൂകൻ ദുര്യോധനൻ പറഞ്ഞയച്ച വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് നേരെ പാണ്ഡവ ശിബിരത്തിലെത്തി. അവിടെ ചെന്നിട്ട് യുധിഷ്ഠിരനോട് നീ ഇങ്ങനെ പറയണം, ഭീമനോട് ഇങ്ങനെ പറയണം, അർജുനനോട് ഇങ്ങനെ പറയണം, ബാക്കിയുള്ള ഓരോരുത്തരോടും ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാണ് ദുര്യോധനൻ ഉലൂകനെ അയച്ചത്. അതനുസരിച്ച് പാണ്ഡവ ശിബിരത്തിലെത്തിയ ഉലൂകൻ ആദ്യം യുധിഷ്ഠിരനെയാണ് കണ്ടത്. യുധിഷ്ഠിരനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയുകയും ഭാവിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് നിന്റെ ശ്രമം എന്താണ്? ഈ ലോകനാശത്തിന് വേണ്ടിയല്ലേ നീ ഇപ്പം യുദ്ധം ചെയ്യുന്നത്? നിന്റെ വാക്കൊക്കെ വെറുതെയാണ്. നീ ഇപ്പം യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഒരു വിധത്തിൽ പറയാൻ നീ ഒരു പൂച്ച സന്യാസിയാണ്. നീ വെറും ഒരു പൂച്ച സന്യാസിയാണ്. സന്യാസിയായി നടച്ച് പൂച്ച അവസാന എലികളെ ഓരോന്നിനായി തിന്നു തീർത്ത കഥ നീ കേട്ടിട്ടില്ലേ? നിന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും ഗുരുക്കളോടും ഒക്കെ രാജ്യലാഭത്തിന് വേണ്ടി പകടവെട്ടാൻ നീ തയ്യാറായിരിക്കുന്നു. വേദവും ശമതവും ഒക്കെ ലോകത്തെ ചതിക്കാനുള്ള പരിപാടികളാണ്. അപ്പൊ അത് വെറുതെ നീ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. നീ കിണറ്റിൽ വീണ തവളയെ പോലെ ഒരു മൂഢനാണ്. എന്നിട്ട് ഭീമനോട് പറയുന്നത്,
ഇവിടെ പൊണ്ണത്തടിയ, നീ വെറും ഒരു തീറ്റി പണ്ടാരമാണ്. യുദ്ധം എവിടെ, തീറ്റ എവിടെ? നീ വലിയ പൗരുഷശാലിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിന്റെ ഭാര്യയെ ഞാൻ സഭയിൽ കയറ്റിയപ്പോൾ നിന്റെ പൗരുഷമൊക്കെ എവിടെ പോയി? സഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത കഥയാണ് ഉലൂകൻ പറയുന്നത്. അപ്പൊ നിന്റെ ശൗര്യമൊക്കെ എവിടെ പോയി? നീ കരിയും പുകയൊക്കെ പിടിച്ച് അടുക്കളപ്പണിക്കാരനായിട്ട് നടന്നവനല്ലേ? അപ്പൊ പെരുവയറാ, നീ പോരിന് വന്ന് നിൽക്കുന്ന നീ ഗതയും കൊണ്ട് താഴെ കിടക്കേണ്ടി വരും. അപ്പൊ ഭീമനെ മനോവീര്യം കെടുത്തത്തക്ക വിധത്തിൽ ആക്ഷേപിച്ചു. അത് കഴിഞ്ഞ് അർജുനനോടായിരുന്നു, അർജുന, പെണ്ണിന്റെ വേഷവും കെട്ടി നിന്റെ സഹോദരങ്ങളുടെ കൂടെ നാടുനീളെ തെണ്ടി നടന്ന നീയാണോ വലിയ വീരശൂര പരാക്രമി? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നീ ഞങ്ങളെയൊക്കെ കൊല്ലുമെന്ന് ഇപ്പോൾ ഭയങ്കര മേനി പറയുന്നു. വാക്കുകൊണ്ട് ശൗര്യം പറയാൻ എല്ലാവർക്കും കഴിയും, അല്ലാതെ കാര്യത്തിൽ നീ ഒന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരോടായിട്ട് സകല സഹദേവന്മാരോടും എല്ലാവരോടും പറഞ്ഞു. അവസാനം കൃഷ്ണനോടും കൂടി പറഞ്ഞു, എടാ കൃഷ്ണ, നീ ഞങ്ങളുടെ സഭയിൽ വന്ന് കുറെ മായവും കുറെ മന്ത്രവും ഒക്കെ കാണിച്ചല്ലോ. ഈ വേഷമൊന്നും ഞങ്ങളോട് എടുക്കണ്ട. ഞങ്ങളോടെന്ന് പറഞ്ഞാൽ ദുര്യോധനൻ പറഞ്ഞയക്കുന്നതാണ്. അപ്പൊ ദുര്യോധനന്റെ വാക്കുകളാണ് അതൊക്കെ. അതുകൊണ്ട് എനിക്കും ചിലതൊക്കെ അറിയാം. മായ കൊണ്ട് ആകാശത്തും ഭൂമിയിലും ഒക്കെ മാറി മാറി നടക്കാൻ എനിക്കും അറിയാം. ഞാൻ ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് നിന്റെ വിചാരം. ഇതാര് പറയുന്നതാണ്? ദുര്യോധനൻ ഉലൂകനോട് പറഞ്ഞയക്കുന്നതാണ്. ദുര്യോധനന്റെ വാക്കുകളാണ് ഇതെല്ലാം. അപ്പോ അതുകൊണ്ട് യുദ്ധം കാണട്ടെ, നിന്നെ എല്ലാ വിധത്തിലും നിന്നെ പാണ്ഡവരെയും ഞാൻ തകർക്കും. അപ്പോ എല്ലാവരെയും തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഇമാതിരി സംസാരമൊക്കെ ഉലൂകൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഭീമൻ കത്തിജ്വലിക്കുന്ന കോപം, അവൻ ഉലൂകനെ ഇപ്പൊ തന്നെ കൊന്നുകളയുമോ എന്ന് യുധിഷ്ഠിരനും കൃഷ്ണനും ഒക്കെ ഭയപ്പെട്ടു. അപ്പൊ ദൂതനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, അതുകൊണ്ട് അധർമ്മമായിട്ടൊന്നും പ്രവർത്തിക്കരുതെന്ന് അവർ വീണ്ടും ഭീമനെ ഓർമ്മിപ്പിച്ചു. അപ്പൊ ഭീമൻ അമർഷത്തോടെ പറഞ്ഞു, എടാ ഉലൂക, നിന്റെ അച്ഛനായ ശകുനിയോടും യജമാനായ ദുര്യോധനോടും പറഞ്ഞേക്കുക, ഭീമൻ ചെയ്തിട്ടുള്ള സത്യം പാലിക്കുക തന്നെ ചെയ്യും. ഞാൻ ദുര്യോധനന്റെ മുന്നിൽ വെച്ച് ദുശാസനനെ കൊന്ന അവന്റെ ചോര കുടിക്കും. എന്നിട്ട് ദുര്യോധനന്റെ തൊട തച്ചു പൊട്ടിക്കും. തച്ചു പൊട്ടിക്കാന്ന് വെച്ചാൽ അടിച്ച് പൊട്ടിക്കും. കൃഷ്ണന് സഹദേവന്മാരും ദുഷ്ടദ്യുമ്നനും ചികണ്ണിയും ദ്രുപദനും വിരാടനും എല്ലാം കടുത്ത ഭാഷയിൽ തന്നെ ഉലൂകനോട് മറുപടി പറഞ്ഞു വിട്ടു. പക്ഷേ ഉലൂകൻ അപ്പോഴത്തേക്ക് ഭയമായി. ഭീമന്റെ കോപം കണ്ടപ്പോ തന്നെ ഭയമായി. അപ്പോ യുധിഷ്ഠിരൻ മാത്രം സമാധാന വാക്കുകൾ പറഞ്ഞ ഉലൂകനെ തിരിച്ചയച്ചു. ഉലൂകൻ മടങ്ങിയെത്തിയിട്ട് ദുര്യോധനോട് പറഞ്ഞു, എന്നെ അവർ കൊല്ലുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അത്ര ശക്തമായ രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും എന്നോട് പെരുമാറിയതും. പിന്നെ ആ യുധിഷ്ഠിരന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാന് അവിടെ നിന്ന് ഇങ്ങനെ തന്നെ തിരിച്ചു പോരാൻ പറ്റിയത്. അപ്പോ ഇത് കേട്ടപ്പോഴത്തേക്ക് ദുര്യോധനന് മനസ്സിലായി, അവര് സർവ്വസന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഉടൻ തന്നെ ദുര്യോധനൻ ഭീഷ്മരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പട ശക്തിപ്പെടുത്തണം. എന്നിട്ട് ചോദിച്ചു, അല്ലയോ ഭീഷ്മ പിതാമഹ, അങ്ങേക്ക് എത്ര നാൾ കൊണ്ട് പാണ്ഡവരെ കൊന്നൊടുക്കാൻ പറ്റും? അപ്പൊ ഭീഷ്മർ പറഞ്ഞു, തീർച്ചയായും 2 മാസം കൊണ്ട് എനിക്ക് അവരെ നശിപ്പിക്കാൻ കഴിയും. അപ്പൊ ദ്രോണാചാര്യരോട് ചോദിച്ചു, അങ്ങയൊക്കെ എത്ര നാൾ വേണം? അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു, ഞാനും വയോവൃദ്ധനായില്ലേ, അപ്പൊ എനിക്കും ശസ്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനും 2 മാസത്തെ സമയമാണ് ദുര്യോധനോട് ആവശ്യപ്പെടുന്നത്. കൃപരാണെങ്കിൽ പറഞ്ഞു, ഞാൻ 2 മാസം കൊണ്ട് പാണ്ഡവപ്പടയെ ഒതുക്കാം. അപ്പോ അശ്വത്ഥാമാവ് പറഞ്ഞു, ഞാൻ 10 ദിവസം കൊണ്ട്. ആരാണ് അശ്വത്ഥാമാവ്? ദ്രോണരുടെ പുത്രനാണ്. അപ്പൊ അശ്വത്ഥാമാവ് പറഞ്ഞു, ഞാൻ 10 ദിവസം കൊണ്ട് പാണ്ഡവപ്പടയെ മുഴുവൻ നശിപ്പിക്കാം. ഇത് കേട്ട് കർണൻ പറഞ്ഞു, ഞാൻ 5 ദിവസം കൊണ്ട് പാണ്ഡവരെ മുഴുവൻ നശിപ്പിക്കും. ഇത് കേട്ട് ഭീഷ്മർ പൊട്ടിച്ചിരിച്ചു. ഭീഷ്മർ പറഞ്ഞു, എടാ കർണ, നീ ഗാന്ധീവം കയ്യിലേന്തി അർജുനൻ സൂതനായി ശ്രീകൃഷ്ണൻ ആ കണ്ടാൽ തന്നെ നീ പേടിച്ച് ഓടി ഒളിക്കും. അപ്പം ഗാന്ധീവം കയ്യിലേന്തിയ അർജുനന് തേരാളിയായി ശ്രീകൃഷ്ണൻ നിൽക്കും.
അപ്പൊ അവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോ തന്നെ നീ പേടിച്ചു വിറയ്ക്കും. നിന്റെ ഈ വീമ്പിളക്കലൊക്കെ അപ്പൊ നമുക്ക് കാണാം. ഇപ്പൊ നിനക്ക് എന്തും പറയാം, പക്ഷേ യുദ്ധം വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഉലൂകൻ തിരിച്ചു വന്നതിന് ശേഷം പാണ്ഡവരും കുറെ കൂടെ ജാഗ്രതരായി. അവരും തങ്ങളുടെ സൈന്യങ്ങളെയൊക്കെ ദുഷ്ടദ്യുമ്നും ഒക്കെ ചേർന്ന് എങ്ങനെയാണ് നമുക്ക് അത് സജ്ജീകരിച്ച് നിർത്തേണ്ടതെന്നൊക്കെ ഉള്ളതിനെ പറ്റി കൂടിയാലോചനകൾ തുടങ്ങി. പാണ്ഡവപ്പടയെ ഒടുക്കുന്നതിനെ പറ്റിയുള്ള കൗരവരുടെ പക്ഷത്തെ കണക്കുകൂട്ടൽ ചാരന്മാർ മുഖേന അറിയാനിട വന്ന യുധിഷ്ഠിരൻ ആ വിവരങ്ങളൊക്കെ സഹോദരന്മാരെ അറിയിച്ചു. അതായത് ഭീഷ്മര് 2 മാസം കൊണ്ട്, ദ്രോണര് 2 മാസം പറഞ്ഞു, കൃപര് 2 മാസം പറഞ്ഞു, അശ്വത്ഥാമാവ് 10 ദിവസം പറഞ്ഞു, അത് കേട്ടിട്ട് കർണൻ 5 ദിവസം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ ചാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എല്ലാ കഥകളും പറയുമല്ലോ. അപ്പൊ അങ്ങനെ അറിഞ്ഞപ്പോ യുധിഷ്ഠിരൻ ഒരാശ. യുധിഷ്ഠിരൻ അർജുനന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഭീഷ്മരും ദ്രോണരും കൃപരും മറ്റും പറഞ്ഞത് അറിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരാശ. ഹേ അർജുന, നിനക്ക് എത്ര കാലം വേണം കൗരവ സൈന്യത്തെ മുടിക്കുവാൻ? ഇപ്രകാരം യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ സവ്യസാചി സമീപത്തുണ്ടായിരുന്ന വസുദേവരെ നോക്കി ഒന്ന് ചിരിച്ചു. വാസുദേവനെ നോക്കി ചിരിക്കുന്നത് എന്തിനാണ്? വാസുദേവനാണ് അർജുനന്റെ തേരാളി. അർജുനൻ പറഞ്ഞു, മഹാരാജാവേ, ഭീഷ്മരും ദ്രോണരും കൃപരും കൃതാസ്ത്രന്മാരും മഹാന്മാരാണ്. ഈ പറഞ്ഞ കാലം കൊണ്ട് പാണ്ഡവപ്പടയെ മുഴുവൻ മുടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. എന്നാൽ എന്റെ കാര്യം പറഞ്ഞാൽ വാസുദേവൻ തുണയുണ്ടെങ്കിൽ 3 ലോകവും ചരാചരങ്ങളും മുടിക്കാൻ എനിക്ക് ഒരൊറ്റ നിമിഷം മതി. ഇതാ രുദ്രൻ തന്ന ഘോരമായ അസ്ത്രം. പ്രളയത്തിൽ വിശ്വത്തെ സംഹരിക്കുന്ന പശുപതി എയ്യുന്ന അസ്ത്രമാണിത്. എന്നാൽ ജനങ്ങളെ ദിവ്യാസ്ത്രം കൊണ്ട് കൊല്ലരുത്. മര്യാദ പോരിൽ തന്നെ നമുക്ക് സൈന്യങ്ങളെ സംഹരിക്കാം. അതിനു പറ്റിയവരാണ് ഭവാന്റെ സൈന്യത്തിലെ മഹാരഥന്മാർ. അവരെല്ലാം അപരാജിതരാണ്. അപരാജിതരെന്ന് പറഞ്ഞാൽ ഒരിക്കലും പരാജയം അറിയാത്തവരാണ്. ദേവസൈന്യം എതിർത്തു വന്നാലും അവരെ മുടിച്ചുവിടാൻ കെൽപ്പുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ദിവ്യാസ്ത്രങ്ങളൊന്നും സൈന്യങ്ങളുടെ നേരെ എതിർക്കേണ്ട ആവശ്യമില്ല. സാമാന്യ മര്യാദയ്ക്കുള്ള അസ്ത്രങ്ങൾ കൊണ്ട് നമുക്ക് സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുവാൻ കഴിയും. ഭീഷ്മർ സർവ സൈന്യാധിപനായതോടെ അദ്ദേഹത്തിന്റെ മനഃശാഞ്ചല്യമൊക്കെ അകന്നു. പോരിൽ ജയിക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏത് സേനാനായകന്റെ ലക്ഷ്യം അതാണ്. പാണ്ഡവന്മാരെ തനിക്ക് പ്രിയപ്പെട്ടവരാണ്, അവരെ കൊല്ലുകയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും യുദ്ധം ആരംഭിച്ചു കഴിയുമ്പോൾ അവരെയും കൊല്ലേണ്ടി വന്നാൽ കൊല്ലുക തന്നെ ചെയ്യും. അപ്പൊ ഇതറിഞ്ഞപ്പോ ദുര്യോധന ഭയങ്കര സന്തോഷമായി. കാരണം ഭീഷ്മ പിതാമഹൻ യുദ്ധം ജയിക്കാൻ വേണ്ടി പാണ്ഡവരെ ആയാലും വധിക്കുക തന്നെ ചെയ്യും. ഭീഷ്മരുടെ വാക്കുകൾ കേട്ടപ്പോ ദുര്യോധനന് ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മൾ യുദ്ധത്തിൽ ജയിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ചു. അപ്പൊ ഭീഷ്മർ ദുര്യോധനോട് പറഞ്ഞു, ചക്രവും ഗാന്ഡീവവും കയ്യിലുള്ള കൃഷ്ണനും അർജുനനും അർക്കനും ഇന്ദുവും പോലെ ഒത്തിളങ്ങുന്ന രഥോത്തമന്മാരാണ്. അർക്കനും ഇന്ദുവും, അതായത് സൂര്യനും ചന്ദ്രനും പോലെ ഒത്തിണങ്ങുന്ന രഥോത്തമന്മാരാണ്. അവരെയും മറ്റ് രാജാക്കന്മാരെയും ഞാൻ പടത്തലയ്ക്കൽ നിന്ന് എതിർക്കുന്നതാണ്. എന്നാൽ അതിപ്രധാനമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ പാഞ്ചാല്യനായ ശിഖണ്ഡിയെ കൊല്ലുകയില്ല. പാഞ്ചാല്യൻ എന്ന് പറഞ്ഞാൽ പാഞ്ചാല രാജാവിന്റെ പുത്രനാണ് ശിഖണ്ഡി. അവൻ എന്നോട് എതിർത്തു വന്നാലും ഞാൻ കൊല്ലുന്നതല്ല. ദുര്യോധനൻ ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അവൻ ചോദിച്ചു, ഹേ ഭാരതശ്രേഷ്ഠ, എന്ത് കാരണത്താലാണ് ഭവാൻ ശിഖണ്ഡിയെ കൊല്ലുക ഇല്ലെന്ന് പറയുന്നത്? ഞാൻ പാഞ്ചാല കുലം മുടിക്കുമെന്ന് ഭവാൻ മുമ്പ് പറയുമായിരുന്നല്ലോ. പിന്നെന്താണ് ഭവാൻ ഇപ്പോൾ ഇപ്രകാരം പറയുന്നതെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അപ്പൊ ഭീഷ്മർ പറഞ്ഞു, ശിഖണ്ഡിയെ ഞാൻ കൊല്ലുകയില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കാം. ഞാൻ എൻ്റെ അനുജനായ വിചിത്രവീര്യന് വേണ്ടി കാശി രാജാവിന്റെ പുത്രിമാരായ അംബ, അംബിക, അംബാലിക ഇവരെ ഹരിച്ചു കൊണ്ടുവന്നു. അതിൽ അംബയെ മോചിപ്പിച്ച് ശല്യ രാജാവിന്റെ അടുക്കലേക്ക് അയച്ചതും ശല്യൻ അവളെ സ്വീകരിക്കാതെ വന്നപ്പോൾ അവൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നതും ഞാൻ അവളെ തിരസ്കരിച്ചപ്പോൾ അവൾ പ്രതികാരമൂർത്തിയായി മാറിയതും കഥ നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ. എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും അവൾ മുഖേനയായിരിക്കും ഞാൻ മരിക്കുക എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് അവൾ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. വനത്തിലെത്തി. അവിടെ മഹാരഥന്മാരായ മുനിമാർ വസിക്കുന്ന ഒരു പുണ്യാശ്രമം കണ്ട് അംബ അവരോട്
അവൾക്ക് അനുഭവപ്പെട്ട കഷ്ടതകളെ പറ്റിയൊക്കെ വിവരിച്ചു. അവൾ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനവളെ സഹായിക്കണമെന്നും മുനിമാരോട് അപേക്ഷിച്ചു. ആ കഥ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഭീഷ്മർ തന്നെ വീണ്ടും പറയുന്നത് കൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ ആ കഥ കേൾക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.